പിതാവ് ആരെയാണ് അന്വേഷിക്കുന്നത്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. പിതാവിന് ആവശ്യം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം എന്താ? 24-ാമത്തെ വചനം ഒന്ന് വായിക്കുക. എന്തുകൊണ്ടാണ് പിതാവ് അങ്ങനെ പറഞ്ഞത്? യേശു ഏറ്റുപറയാണ്, പിതാവ് അന്വേഷിക്കുന്നത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. എന്താണ് അതിന്റെ കാരണമെന്ന് ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ പറയാണ്. എന്താണ് പറയുന്നത്? ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. 23-ന്റെ അവസാനം പറയണം, ദൈവം ആത്മാവാണ്. ഹല്ലേലൂയ. ദൈവം ആത്മാവാകുമ്പോൾ നാം ആത്മാവിലേക്ക് ചേരണം. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയും ആരാധനയ്ക്കും ഉത്തരം വരുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിലേക്ക് ചേർന്ന് ആത്മാവിൽ ലയിച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും ദൈവസന്നിധിയിൽ. നാം ജഡത്തിലാണ്. ജഡം വിട്ടിട്ട് നമുക്ക് മാറാൻ പറ്റില്ല. അത് മരണത്തോടു കൂടിയാണ് ജഡം വിടാൻ പറ്റുള്ളൂ. എന്നാൽ ഈ ജഡത്തിലിരുന്നു കൊണ്ട് നമ്മുടെ ആത്മാവിനെ അഭിഷേകത്തിലാണ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 52-ാം അധ്യായത്തിന്റെ 53-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം പറയാണ്. എന്താണ് അവിടെ പറയുന്നത്? ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ഹല്ലേലൂയ. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. എന്താണ് ദൈവം നോക്കിയത്? ദൈവത്തെ ജ്ഞാനികളുണ്ടോ എന്ന്. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ, കോക്ഷന്മാരുണ്ടോ എന്നല്ല നോക്കിയത്. അന്ധവിശ്വാസികളുണ്ടോ എന്നല്ല നോക്കിയത്. പിന്നെ എന്താണ് നോക്കിയത്? ജ്ഞാനികളെയാണ്. ജ്ഞാനികളെ. ജ്ഞാനം എവിടുന്നാ വരുന്നത്? ദൈവത്തിൽ നിന്ന്, അത്യുന്നതങ്ങളിൽ നിന്ന് ജ്ഞാനം വരികയോ? ഹല്ലേലൂയ. അത്യുന്നതങ്ങളിൽ നിന്ന് വരുന്ന ജ്ഞാനം സ്വീകരിച്ചവരുണ്ടോ? അതാണ് ദൈവമാണ്. നമ്മൾ കുറേ പ്രാർത്ഥിക്കുകയാണ്. കരിസ്മാറ്റിക്ക് വന്നിട്ട് 67 തുടങ്ങിയ കരിസ്മാറ്റിക്ക് ഇനി വളർന്നു വന്നിട്ടും ഇപ്പോഴും കരിസ്മാറ്റിക്കിൽ വന്നവരില്ല. പോയിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? ഓടി നടക്കുക. കാര്യം എന്താണ്? നമുക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല. എന്താണ് കിട്ടേണ്ടത്? കുറെ ഭൗതിക സമ്പത്ത്. ഭൗതിക സമ്പത്ത് ശേഖരിച്ചു വെച്ചവരെ അന്വേഷിച്ചോ പിതാവ്? ഇല്ല. ഭൗതിക സമ്പത്ത് അന്വേഷിച്ച് കൂട്ടിവെച്ചവരെ അവിടെ നിന്ന് നോക്കിയില്ല. നോക്കിയത് ആരെയാണ്? ജ്ഞാനികളെ. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്നാണ് നോക്കിയത്. ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ വായിച്ചും അടുത്ത് എല്ലാവർക്കും പ്രഘോഷിക്കപ്പെട്ട ഒരു വചനം ഏതെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33 പറഞ്ഞു വെച്ചിരിക്കുക. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കണം. നമ്മൾ ഏത് രാജ്യം അന്വേഷിക്കണം? നമ്മൾ നമ്മളെ തന്നെ സ്വയം അവനവനോട് ചോദിക്കുക, ഞാൻ ഏത് രാജ്യമാണ് അന്വേഷിക്കുന്നത്? നമ്മൾ ലോകത്തിലെ രാജ്യം അന്വേഷിക്കുന്നത്. ഈ ലോകത്തിലെ രാജ്യം അന്വേഷിക്കുന്നവർക്ക് എന്ത് കിട്ടില്ല? ജ്ഞാനം കിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ജ്ഞാനം കിട്ടണമെങ്കിൽ അവിടുത്തെ ഇഷ്ടം പ്രവർത്തി. അവിടെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33 പറയാ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുകയും അവിടുത്തെ ദൈവത്തിന്റെ ഇഷ്ടവും ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം ചേർക്കപ്പെടും. അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 31 ഒരു കാര്യം പറയുന്നു. എന്താണ്? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പിന്നെ ആരുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ്? ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ, ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു കാര്യമുണ്ട്. എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിച്ചേ പറ്റും. ഇഷ്ടം അന്വേഷിക്കുന്ന പ്രശ്നമുണ്ട്. അത് എബ്രായക്കാരുടെ ലേഖനം 10-ാം അധ്യായം 36-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. രോഗം വരുമ്പോൾ രോഗം മാറിപ്പോണം, കഷ്ടത വരുമ്പോൾ കഷ്ടത മാറണം, ദുരിതങ്ങൾ മാറണം. പക്ഷെ ഇതെല്ലാം മാറ്റി തരും ഒരു കാര്യം തന്നെ, അവിടുത്തെ വാഗ്ദാനം. എന്താണ് അവിടുത്തെ വാഗ്ദാനം?
അവിടുത്തെ വാഗ്ദാനം എന്താണെന്ന് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിന്റെ 38-39 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഇവിടെ ഫെബ്രുവരി 10:36 പറഞ്ഞു, സകല ശക്തി നിങ്ങൾക്ക് ആവശ്യമാണ്. എന്തിന്? ഇത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റണം. 87 കല്യാണം കഴിച്ചു. അന്ന് കല്യാണം കഴിച്ചു 87 സെപ്റ്റംബർ 9 കല്യാണം കഴിച്ചു. ഒക്ടോബർ മാസമായപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരു പനി, ആദ്യം ജലദോഷം ഉണ്ടായി. ജലദോഷത്തിന് മരുന്ന് മേടിച്ചു കൊടുത്തു. അതങ്ങ് വർദ്ധിച്ചു. പനിയായി. പനി നിൽക്കാതെ വിറയലായി. ആശുപത്രിയിൽ കൊണ്ട് ചെന്നു. പനിക്ക് മരുന്ന് കൊടുത്തു, മാറുന്നില്ല. ഉടനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വാൽവിന് ലീക്കും, ഒരു വാൽവ് ചുരുങ്ങിയായിരിക്കും. ഹല്ലേലൂയ. അന്ന് മുതൽ 2024 ഏപ്രിൽ 18 10:30 വരെ വഹിച്ചു. 37 കൊല്ലം വഹിച്ചു. ഹല്ലേലൂയ. അതില് 87 സെപ്റ്റംബർ 9 മുതൽ 5 വർഷക്കാലം ഞാൻ ഹിന്ദുവായി. ആ സമയത്ത് ഹിന്ദുവാണ്. 93 ആ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ 93 ഒക്ടോബറിൽ ഞാൻ വിശ്വാസത്തിൽ വന്നു. അന്ന് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചു. ഒത്തിരി പേരെന്നെ ആക്ഷേപിച്ചു, ഈ വിശ്വാസം വിട്ടിട്ട് പോകാൻ പറഞ്ഞു. പലരും പറഞ്ഞു, നീ ഹിന്ദുവായിരുന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നുകൊണ്ട് ഹിന്ദു ദൈവങ്ങൾ ഉപദ്രവിക്കുന്ന. കാരണം എന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവരോടൊന്നും പറഞ്ഞു. കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റി പരിശുദ്ധാത്മാവിനെ, ആ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ബൈബിളിന്റെ പൊരുളും വചനത്തിന്റെ പൊരുളും അറിയണമോ? സഹനം ഏറ്റെടുക്കാൻ തയ്യാറായി. സഹനം മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട, അതിനെ അതിജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശു പ്രാർത്ഥിച്ചില്ലേ? യേശു പ്രാർത്ഥിച്ചിട്ട് യേശുവിന്റെ സഹനം മാറ്റുകയാണോ ചെയ്തത്? അല്ല, ശക്തി കൊടുത്തു. മാലാതെ ഇറങ്ങി വന്നു, ശക്തി കൊടുത്തു. നീ കുരിശു വഹിക്കണം. എന്തിനാ? ഇവിടെയുള്ള മക്കളുടെ പാവങ്ങൾ ഏറ്റെടുത്ത് ദൈവമക്കളാക്കാൻ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ സഹനശക്തി കൂടിയേ തീരും. അങ്ങനെ സഹനശക്തിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് വരുന്നവരെ നമ്മൾ ഏറെ പറയാറുണ്ടല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കടന്നു വരുന്നവരെ പറയാറുണ്ട്, കുറവാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കടന്നു വന്ന് നമ്മുടെ ഉള്ളിലുള്ള പാപമാലിന്യങ്ങളെ കത്തിച്ചാമ്പലാക്കിയ ഒരു വ്യക്തിക്ക് വെളിപാട് ദർശനങ്ങളൊക്കെ നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങി നമ്മുടെ പാപമാലിന്യങ്ങളെ കത്തിച്ച് ചാമ്പലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നു മുതൽ നമ്മൾ ഭൗതിക സമൂഹത്തിനൊന്നും പ്രാർത്ഥിക്കണ്ട. എന്താണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33 എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത്, അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ആവശ്യമുള്ളത് തരുന്നത് എഴുതിയത്. വീട്, മക്കൾക്ക് ജോലി, സമ്പത്ത്, ഇന്നു വേണ്ട എല്ലാ കാര്യങ്ങളും. 10 വർഷം മുമ്പ് ഞാൻ വീണതാണ്. 2 പ്രാവശ്യം വീണു. ഒരു പ്രാവശ്യം വീണത് എൻ്റെ വലതുവശത്തെ വാരിയിൽ 4 എണ്ണം പൊട്ടിപ്പോയി. അത് സുഖപ്പെട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും വീണു. നട്ടിൻ്റെ 4 കമ്പി പൊട്ടിപ്പോയി. ചാരിയായിട്ട് ആശുപത്രി പോകുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എന്നിട്ട് നടക്കില്ല എന്ന്. ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ സങ്കീർത്തനം 19-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വചനത്തിൽ വ്യക്തമായി നമുക്ക് എന്തുകൊണ്ട് ബലഹീനത ഉണ്ടാകുന്നു. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. അറിയാതെ പറ്റുന്ന തെറ്റ് അറിഞ്ഞോണ്ടല്ല, അതിനൊരു ശുദ്ധീകരണം ഉണ്ടാവും അനുതാപത്തിലൂടെ. രണ്ടാമതൊരു കാര്യം പറഞ്ഞിരിക്കുക, എന്താണ്? ഞാൻ അറിഞ്ഞുകൊണ്ട് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തൽക്കാലം മാറ്റിവെക്കാതെ, ആ അറിവ് പാപമാണെന്ന് അറിയാം, പക്ഷെ ഇപ്പൊ ഞാനിത് ചെയ്യും. എൻ്റെ താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടി ഞാൻ ആ പാപം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? അതെന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കും. സങ്കീർത്തനം പറയാ, ഈ പാപം എൻ്റെ മേൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. ഈ ആധിപത്യം ഉറപ്പിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ബന്ധനം വഹിക്കാൻ നടക്കുന്നത്. ഹല്ലേലൂയ. ബന്ധനം വഹിക്കാൻ നടക്കുന്നതിന്റെ കാരണം ഈ ആധിപത്യം തലയെ കയറി ഉറപ്പിച്ചു. ഇനി അത് വിട്ടു പിരിയണോ? ബോധപൂർവം തന്നെ ബലം പിടിച്ച് സഹനമെടുത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തോട് പറയണം, ഞാൻ അന്ന് ചെയ്തു പോയി,
തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിച്ച് എനിക്ക് ഇതിൽ നിന്നൊരു മോചനം തരണം. തങ്കത്തടിച്ച് കരഞ്ഞ് ഉരുണ്ടു വിളിച്ച് കരഞ്ഞ് കർത്താവിന്റെ കാലത്ത് കിടക്കാതെ ഈ ആധിപത്യം വിട്ടുപോകില്ല. ആധിപത്യം ഉറപ്പിച്ചത് എന്ത് ചെയ്തു? എന്റെ ഹൃദയത്തിന്റെ നിർമ്മലത നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിന്റെ നിർമ്മലത നഷ്ടപ്പെട്ടു. ഹൃദയത്തിന്റെ നിർമ്മലത നഷ്ടപ്പെട്ടപ്പോ എന്ത് സംഭവിച്ചു? ഈ ആധിപത്യം ഉറപ്പിക്കാതിരുന്നാൽ ഞാൻ നിർമ്മലനായിരിക്കും, മഹാപരാധം ചെയ്യില്ല. ഹല്ലേലൂയ. പക്ഷെ ഇനി ആധിപത്യം ഉറപ്പിച്ചപ്പോൾ എന്ത് ചെയ്യും? അപരാധം ചെയ്യാൻ, മഹാപരാധം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുക. പലർക്കും പല കൗൺസിലിംഗില് വിളിക്കുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട്, നല്ല പ്രാർത്ഥന നടന്നവരാ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണമാണ്, ഉറക്കം വരികയാണ്, ഒരു തരത്തിലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്താ അതിന്റെ കാരണം? എഫേസ്യർ 4:18 അവിടെ വ്യക്തമായി പറയാണ്. എന്താണ്? ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച് അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ചൈതന്യം ദൈവത്തിന്റെ ജീവൻ ദൈവത്തിന്റെ ജീവൻ നമ്മളിൽ നിന്ന് അകന്നിരിക്കുക. ഇപ്പൊ ബുദ്ധിയിൽ എന്തായിരിക്കണേ? അന്ധകാരം ഇരിക്കുക. ഇപ്പൊ ബുദ്ധിയിൽ അന്ധകാരം. പിന്നീട് എന്താണ് ഇരിക്കുന്നത്? ഹൃദയം കഠിനമായി. എന്ത് ചെയ്യാനും മടിയില്ലാതായി. പാപം ചെയ്താലും കുമ്പസാരിക്കണമെന്ന് തോന്നില്ല. വിശ്വാസമില്ലാത്തവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. നമ്മളെല്ലാവരും വിശ്വാസമുള്ളതുകൊണ്ട് അങ്ങോട്ട് വന്നത്. പക്ഷെ ആ വിശ്വാസമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ വന്ന വിശ്വാസമല്ല ഉദ്ദേശിക്കുന്നത്. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കണം. എന്ത് ചെയ്യണം? ദൈവമുണ്ടെന്ന് തന്നെ വിശ്വസിക്കണം. അടുത്ത വചനം എന്താ പറയുന്നത്? തന്നെ അന്വേഷിക്കുന്നവർക്ക്, ഞാൻ ദൈവത്തെ അന്വേഷിക്കുകയാണ്, എനിക്ക് ദൈവം പ്രതിഫലം നൽകണം. ഇന്ന് കടബാധ്യതയോ ഇന്ന് രോഗാവസ്ഥയോ അല്ലെങ്കിൽ അതുപോലുള്ള മാരക പ്രശ്നങ്ങളോ അതിനെ അതിജീവിക്കാനുള്ള ശക്തി അത് മാറ്റേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. കാരണം ചില പ്രശ്നം വച്ചാലാണ് നമ്മളെ ആത്മാവിൽ നിറയ്ക്കാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരാനും ദൈവത്തെ കാണാനും സാധിക്കുകയുള്ളൂ. ചെറുപ്പം മുതലേ എൻ്റെ അപ്പനും അമ്മയും തലതാക്കില്ല. തിരുവനന്തപുരം മുതൽ വാഴക്കാശ്ശേരി വരെ സകല ആശുപത്രികളിൽ കയറി ഇറങ്ങാൻ നേരം, രാത്രികാലങ്ങൾ ഉറങ്ങാൻ നേരമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനി ചേട്ടൻ എന്നോട് പറഞ്ഞത് ധ്യാനം കൂടാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് ധ്യാനം? ഞങ്ങളുടെ ധ്യാനം. നിങ്ങളുടെ എന്ത് ധ്യാനം? എന്താ പരിപാടി? അപ്പം നീ പോയി ധ്യാനം പോകും. ഞാൻ പറഞ്ഞു, 30 പരം ദൈവങ്ങൾ എനിക്കുണ്ടായിട്ട് ഞാൻ നിങ്ങളുടെ ഒരു ക്രിസ്തുവിനെ വേണം, നീ പോ എന്ന് പറഞ്ഞ് കാശിൽ നിന്ന് വിട്ടു. അവിടെ ചെന്നപ്പോൾ ദൈവം തമ്പുരാനെ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തു. അന്ന് മുതൽ തമ്പുരാന്റെ സന്നിധിയിൽ ഉറച്ചിരുന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് വഴി ഓരോന്നും തരുമെന്നുള്ളത്. 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീടുണ്ടാകുമെന്ന് കാണിച്ചിട്ടില്ല. കാത്തിരിക്കുക 22 വർഷം. 22ാമത്തെ വർഷം ഈ മേസ്ത്രി പണിയോ പ്ലംബിങ്ങോ വയറിങ്ങോ ഒന്നും അറിയാൻ പാടില്ലാത്ത കാലത്താണ് എന്നെ ഇത് കാണിച്ചത്. എന്നെ കൊണ്ട് തന്നെ 2 നിലയ്ക്ക് തുല്യമായ വീട് പണിയും. അങ്ങനെ കർത്താവ് എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴെല്ലാം കാണിച്ചു തരികയാണ്, ഒരു 2 പേര് നിന്റെ വീട്ടിൽ വരും, അതിൽ വന്നിട്ട് പോയി കഴിയുമ്പോൾ നിനക്ക് വീടുണ്ടാകും. എൻ്റെ പേര് സ്ഥലമില്ല, വെറും പൊറുന്തോപ്പ് പാറയാണ്, അവിടെ മണ്ണിട്ട് കെട്ടി വേണം ഇതുണ്ടാക്കാൻ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ചു. കാണാത്ത കാര്യം നടക്കില്ല എന്ന് മനസ്സ് പറയുമ്പോഴും ബുദ്ധി പറയുമ്പോഴും ആത്മാവിൽ നമ്മൾ ലയിച്ച് സംഭവിക്കും. അവിടെയാണ് വിശ്വാസം. ഹല്ലേലൂയ. അവിടെയാണ് വിശ്വാസം. കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പാണ് കൊച്ചുണ്ടായി എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് ഭാര്യ മരിക്കുള്ളൂ എന്ന് പറഞ്ഞ ആ സന്ദേശം അതെൻ്റെ ദൈവം തമ്പുരാൻ തന്നതാണെന്ന് വിശ്വസിക്കും. അതാണ് വിശ്വാസം. നമ്മൾ പറയും ഹെബ്രായർ 1:11 കാണപ്പെടാത്തതുണ്ടെന്നും അങ്ങനെ വിശ്വാസം ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം പറഞ്ഞു വയ്ക്കും. കത്തി നമ്മളെ തുടക്കിട്ട് കയറുമ്പോൾ അത് പറിച്ചു കളഞ്ഞിട്ട് ഓടാനേ അല്ലേ അല്ലേ? അനുഭവത്തിൽ വന്നാലാണ്. അനുഭവത്തിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? അനുഭവത്തിൽ വരണമെങ്കിൽ 57-ാം സങ്കീർത്തനം
1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കും. നമുക്ക് ദുരിതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? മനസ്സ് മടിക്കരുത്. അവിടെ ഇരുന്ന് കർത്താവിന് സ്തുതി പാടണം, ആരാധിക്കണം, സ്തോത്രം ചെയ്യണം, വിശ്വസിക്കണം. ദൈവത്തെ അറിയാനുള്ള അനുഗ്രഹം, അത്യുന്നതനായ ദൈവത്തെ. അതിന് മുകളിൽ ദൈവമുണ്ടോ? ഇനി ഉണ്ടോ? ദേവന്മാരുടെ ദേവനെ, രാജാക്കന്മാരുടെ രാജാവിനെ, നേതാക്കന്മാരുടെ നേതാവിനെ, ആ സത്യദൈവത്തെ അറിഞ്ഞു, ഞാൻ അനുഭവിച്ചു. ഇന്ന് അനേകർക്ക് പറഞ്ഞു കൊടുക്കാൻ കർത്താവ് കൃപ നൽകി. ഹല്ലേലൂയ. കൃപ ചുമ്മാ കിട്ടില്ല. വെറുതെ കൈസ്മാറ്റിക് ആയതുകൊണ്ടോ ഇല്ലാതിരുന്നുകൊണ്ടോ കിട്ടില്ല. കർത്താവിന്റെ മുമ്പിൽ കഴുതയും പൊട്ടനുമാകും. വിളിച്ചു കൂവണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് കഴുത്ത് കണ്ടിക്കാൻ വന്നവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ്. ഒരു കർത്താവായ യേശു ക്രിസ്തുവാണ്. മരിച്ചോട്ടെ, കഴുത്ത് കണ്ടിച്ചോട്ടെ. എന്താ മരിക്കാനുള്ളത്? കഴുത്ത് കണ്ടിച്ചവർക്ക് ആത്മാവ് പോവോ? എന്നിൽ റോമ 8-ാം അധ്യായത്തിന്റെ 16, 17, 18 വചനത്തിൽ പറയാണ്, നമ്മുടെ ആത്മാവ്, ഏതാത്മാവ്? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യാത്മാവിനോട് ചേർന്ന് അങ്ങ് ലയിച്ചു. എന്നിട്ട് പറയുന്നു, നീ എൻ്റെ മകനാണ്, ദൈവ മകനാണ്. എൻ്റെ ഉള്ളിലെ മനുഷ്യാത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ചേർന്നു. എപ്പോഴാ ചേർന്നത്? എന്നിൽ വിശുദ്ധി വരണം, എന്നിലുള്ള പാപങ്ങളെല്ലാം മാറണം. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ഭംഗിയായിട്ട് അനുഭവിക്കണം, ഭംഗിയായിട്ട് നിരന്തരം അനുഭവിക്കണം, ഭംഗിയായിട്ട് നിരന്തരം പശ്ചാത്തപിക്കണം. പശ്ചാത്താപത്തിൽ എന്ത് വരും എന്ന് പറഞ്ഞേക്കുന്നത്? പശ്ചാത്തപിക്കുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 19-ാം വാക്യം പറയാണ്, പശ്ചാത്തപിക്കുമ്പോൾ പാപം മച്ചിടെ. ദൈവമേ, അന്നങ്ങനെ ചെയ്തു പോയല്ലോ എന്നോർത്തുള്ള കരച്ചില പശ്ചാത്താപം. നമ്മൾ കാര്യം സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പാപത്തിന്റെ കറ ഒട്ടും ആത്മാവിനും ശരീരത്തിനും കിടക്കരുത്. സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ്. ഈ ഭൂമിയിലുള്ള വലിയ അത്ഭുതം എന്താണെന്ന് പറയാം. ആദ്യം പറയാം, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം ഭാവിയുടെ മാനസാന്തരം. ഭാവിയുടെ മാനസാന്തരം അനുതാപമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു മരിച്ച ഒരു വ്യക്തിയെ ഉയർപ്പിക്കുന്നത് ഈ ഭൂമിയിലുള്ളവർക്ക് മാത്രമേ സന്തോഷം ഉണ്ടാവും. എന്നാൽ ഒരു പാപം ചെയ്ത് നശിച്ചു നടക്കുന്ന ഒരു വ്യക്തി അനുഭവിച്ച് തിരിച്ചു വരുമ്പോൾ സ്വർഗത്തിൽ മാലാഖമാരുടെ ഒരു സന്തോഷം ഉണ്ടാവും, കുടുംബത്തിന് സന്തോഷം ഉണ്ടാവും, ആ ഇടവകയിൽ സന്തോഷം ഉണ്ടാവും, നാട്ടുകാരുടെ. അപ്പൊ ഞാൻ പറയും, സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ സന്തോഷിക്കുന്നവരുടെ മഹാ അത്ഭുതമാണ് അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ പറയുന്നില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ ആരെങ്കിലും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക, ആക്ഷേപിക്കുക, നമ്മൾ മന്ത്രവാദം ചെയ്ത കൊടുക്കുന്ന ചെന്ന് ഒരിടത്തേക്ക് ഓടണ്ട. തമ്പുരാനെ, ഇത് ഞാൻ അവന്റെ മാനസാന്തരം, ആദ്യം നമ്മുടെ മാനസാന്തരം വെക്കണോട്ടോ. എന്റെയും അവന്റെയും മാനസാന്തരത്തിന് വേണ്ടി ഞാൻ ഈ രക്തവും മുറിവും വേദനയും കുരിശിൽ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞോ, അത്ഭുതം കാണും. അത്ഭുതം ഇത് ധാരാളം കണ്ടിട്ടുണ്ട്. ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒന്ന് നമ്മൾ അനുഭവിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. പശ്ചാത്തപിക്കുമ്പോൾ എന്ത് ചെയ്യും? പശ്ചാത്തപിക്കുമ്പോൾ എന്ത് ചെയ്യും? പാവങ്ങൾ മാച്ചുകളയും. പാവം അനുഭവിക്കുമ്പോൾ മാറുന്നു, പശ്ചാത്തപിക്കുമ്പോൾ പാവം മാച്ചു കളയുന്നു. ഇനി എന്താണ്? അകൃത്യങ്ങൾ കിടക്കുന്നു, അല്ലേ? ഈ അകൃത്യം മാറാനൊരു വഴി ബൈബിളിൽ പറഞ്ഞു. 103-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, ഈ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അപ്പൊ നിങ്ങളൊരു കാര്യം, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ആവശ്യം പറയരുത്. ഒരിക്കലും ദൈവത്തിന് മുമ്പിൽ ആവശ്യം പറയരുത്. കാരണം യോഹന്നാൻ 9:31 എപ്പോഴും വളരെ പ്രാർത്ഥന ദൈവം കേൾക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. അതിനെന്ത് ചെയ്യണം? അതിന് നമ്മൾ നമ്മുടെ പാപത്തെ ഓർത്ത് അനുദപിക്കണം. നമ്മൾ തിരക്ക് പിടിക്കണം, പാപത്തെ ഓർത്ത് അനുദപിക്കണം, പശ്ചാത്തപിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സ്തുതിക്കണം. സ്തുതിക്കുമ്പോൾ എന്ത് ചെയ്യും?
അകൃത്യങ്ങൾ ക്ഷമിക്കും. അകൃത്യങ്ങൾ ക്ഷമിക്കാൻ എന്ത് ചെയ്യണം? ആദരം തുറന്ന് ആദരം തുറന്ന് സ്തുതിക്കാതെ ഇരിക്കുന്നതിന് കാരണം, സ്തുതി ആർക്ക് ഇഷ്ടമല്ലയോ, ആദരം തുറക്കുന്നില്ലയോ, അറിഞ്ഞുകൊണ്ട് ഏതോ പാപം ചെയ്തിട്ട് അതിന്റെ ആധിപത്യം തലേ കയറി കിടന്നിട്ട് അവരുടെ അതിരവും ഹൃദയവും അടയ്ക്കപ്പെട്ടിരിക്കും. ഒരു സംശയം. കാരണം പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്റെ കെട്ടി ഞാൻ ഓർക്കുന്നില്ല, പാപിക്ക് സ്തുതി ഗീതം ഇണങ്ങുകയില്ല. പാപം എവിടെ കിടക്കുന്നത്? പാപം തന്റെ ശരീരത്തിലാണ്. ഹല്ലേലൂയ. എന്താണ് പാപം ശരീരത്തിൽ വരാനുള്ള കാരണം? അതിനുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ആത്മാവ് എവിടെയായിരിക്കുന്നു? ശരീരം നിറയെ രക്തമിരിക്കുന്നു, ശരീരം നിറയെ ജീവനിരിക്കുന്നു, ശരീരം നിറയെ ആത്മാവിരിക്കുന്നു. അപ്പോ പാപം എവിടെ നിന്ന് ചെയ്താലും അത് എത്തുന്നത് തലയാണ്, ഹൃദയത്തിന് തലയിൽ വരും. ഹൃദയം കഠിനമാകും, ബുദ്ധി അന്ധകാരമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അനുഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹൃദയമാണ് അനുഭവിക്കുന്നത്. ഹൃദയം അനുഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹൃദയത്തിലേക്കാണ് രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതരം തുറന്ന് സ്തുതിക്കാതെ ആർക്കും അഭിഷേകം കിട്ടും നോക്കണ്ട. ഒരു ചെറിയ രോമാഞ്ചമുണ്ട്. അതരം തുറന്ന് സ്തുതിച്ച് ഹൃദയം ശുദ്ധമാക്കുമ്പോൾ, ഹല്ലേലൂയ, ഹൃദയം ശുദ്ധമാക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? രോഗശാന്തിയും അകൃത്യങ്ങൾ ക്ഷമിക്കുകയും ചെയ്യും. വെളിപാട് 3-ാം അധ്യായത്തിന്റെ 19-20 പറയുന്ന എന്നാണ്, ഹൃദയത്തിന്റെ വാതിക്കൽ കർത്താവ് വന്ന് മുട്ടുമ്പോൾ ഹൃദയവാതിൽ തുറന്നു കൊടുത്താൽ എന്ത് ചെയ്യും? അവർ, ഒരാളല്ല, അവർ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉള്ളിലേക്ക് കടന്ന് ഒന്നിച്ച് ഭക്ഷിക്കും, പിന്നെ ഒന്നിച്ച് നടക്കും. ഹല്ലേലൂയ. അതരം തുറക്കുന്നില്ലെങ്കിൽ ഹൃദയവാതിൽ തുറക്കില്ല. ബാക്കിയൊക്കെ ചെവികളെ കേട്ടോണ്ടിരിക്കും. കർത്താവിനെ സ്തുതിക്കുമ്പോൾ ജീവൻ പകരുമെന്നൊരു വചനമുണ്ട് സങ്കീർത്തനം. ഹല്ലേലൂയ. അതുപോലെ സ്തുതിക്കുമ്പോൾ നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നു എന്ന് സങ്കീർത്തനം. ഹല്ലേലൂയ. അപ്പോൾ സംരക്ഷണം നൽകുവാനും ജീവൻ ലഭിക്കാനും ഒക്കെയുള്ള മാർഗം കർത്താവിനെ സ്തുതിക്കുന്നതിലൂടെയാണ്. റോമ 3:25 വിശ്വാസം വഴി സംരംഭമാകുന്ന രക്തത്താൽ പാപപരിഹാരമായി അവനെ അവിടുന്ന് നൽകി. യേശുക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായിട്ട് പിതാവായ ദൈവം തന്നിരിക്കുകയാണ്. അങ്ങനെ തന്നെ വിശ്വസിച്ചു. ഹല്ലേലൂയ. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ നമ്മൾക്ക് വേണ്ടി നൽകിയത് അവന്റെ രക്തം വഴി നമ്മുടെ പാപപരിഹാരത്തിനായിട്ട് തന്നതാണ്. ആ രക്തം ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കൊക്കെ ഇവിടെ സൗഖ്യം, വീട്ടിൽ സൗഖ്യം, സകല മേഖലയിലും സൗഖ്യം. ചേർന്ന് നിൽക്കുക. ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ, ഈ വചനം ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ്, പരിശുദ്ധാത്മാവ്, പുത്രൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. വചനം ദൈവമാണ്. വചനത്തിൽ യേശുവിന്റെ രക്തമുണ്ട്, വചനത്തിൽ ജീവനുണ്ട്, വചനത്തിൽ ആത്മാവുണ്ട്. ഈ ആത്മാവുള്ള വചനം നമ്മളെടുത്ത് നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അനുഭവിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ വായിക്കുന്ന ഈ ദൈവവചനം പരിശുദ്ധാത്മാവെ എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. വചനമാണ് വിശുദ്ധീകരിക്കുന്നത്. യോഹന്നാൻ 15:3. ഈ വചനം നമ്മെ ശുദ്ധീകരിക്കും. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശുദ്ധീകരണം തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ആരായി മാറും? ദൈവങ്ങളായി മാറും. അപ്പൊ ദൈവം എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? നമ്മളെ മറ്റൊരു ദൈവമാക്കാൻ, മറ്റൊരു വിശുദ്ധ, മറ്റൊരു ദൈവമാക്കാൻ, വീഴാതെ തളരാതെ ശക്തിയോടുകൂടി നടക്കുക. ദൈവത്തിൻ്റെ വചനം ഞാൻ വായിക്കുമ്പോൾ, വചനം പറയുമ്പോൾ, വചനം ഞാൻ കൊണ്ടു നടക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ശക്തി തരണമേ എന്ന് നമ്മൾ പാടി. അല്ലേ? ഞാനും ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യ ബന്ധത്തിലിരുന്നാണ്